നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന കോൺഗ്രസിലെ ചേരിപ്പോര് തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടൽ. കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. പരസ്യ പ്രതികരണം വിലക്കി. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു. അവധിയെടുത്ത 25 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ബാക്കിയുള്ളവരോട് ഉടൻ ജോലിക്ക് കയറാൻ നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനഖ ചികിത്സയ്ക്ക് ഡ്യൂട്ടി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പരാതിയുമായി ഡോക്ടർമാരുടെ സംഘടന. രോഗികൾ കാത്തു നിൽക്കുമ്പോൾ ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തിയത് ഫ്യൂഡൽ മനോഭാവമെന്ന് KGMOA. കേരളത്തിൽ നിന്ന് ജോലിക്കെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സൗത്ത് ഇന്ത്യയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ. തൊഴിലവസരങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് ടാമി ബെൻ ഹെയ്ം ന്യൂസ് 18നോട്. ടെൽ അവീവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാന്റെ സംസ്കാരം തിരുവല്ലയിൽ. സഭാ സിനഡിന് ശേഷം തീയതിയും സമയവും തീരുമാനിക്കും. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ EDയുടെ കുറ്റപത്രം. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം പ്രതി. കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, സഭ മുൻ സെക്രട്ടറി TT പ്രവീൺ എന്നിവരും പ്രതികൾ. +2 പരീക്ഷാഫലം ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തും. വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. മൂവാറ്റുപുഴയിൽ തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് പരുക്ക്. കടിയേറ്റവരിൽ കുട്ടികളും. നായയെ പിടിക്കാൻ കോട്ടയത്ത് നിന്നുള്ള സംഘം മൂവാറ്റുപുഴയിൽ. ആദ്യം കോൺഗ്രസിലെ ചേരിപ്പോരിനെ കുറിച്ചുള്ള വാർത്തയാണ്. കെ സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരിച്ചു കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ ചേരിപ്പോര് ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് മാറിയിരുന്നു. ഇന്നലെ കെ സുധാകരൻ ഇതേക്കുറിച്ച് പരസ്യമായ പ്രതികരണം നടത്തുകയും ഹസനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇനി പരസ്യമായ ഒരു പ്രതികരണം നടത്തരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനു പുറമെ ഈ തർക്കം തീർക്കുന്നതിന് വേണ്ടി KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ശനിയാഴ്ച ഡൽഹിയിൽ ചർച്ച നടത്തും. അതിനുശേഷം മാത്രമേ മാധ്യമങ്ങളോട് പ്രതികരിക്കാവൂ എന്നുള്ള കർശനമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നേതൃത്വത്തിന് തലവേദനയാകുന്നതോടെയാണ് കെ സുധാകരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഡൽഹിയിലെത്താനാണ് KPCC അധ്യക്ഷനോട് ഹൈക്കമാൻഡ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കി പ്രവർത്തകരും നേതാക്കളും മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശം KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ഉണ്ടായതിന് പിന്നാലെ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ ഏൽക്കുന്ന ചടങ്ങിലടക്കം മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത തുടർന്നാൽ അത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷനെ അനുരഞ്ജന നീക്കങ്ങളുടെ ഭാഗമായി അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം നേതാക്കൾ നേതൃത്വം നൽകേണ്ടത്. ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നവരെ ഉണ്ടാകരുത് എന്ന നിർദ്ദേശവും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുള്ളതായാണ് സൂചന. എന്തായാലും ശനിയാഴ്ചയായിരിക്കും KPCC അധ്യക്ഷൻ ചർച്ചകളുടെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തുക. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം തുടർച്ചയായ 2ാം ദിവസവും തുടരുകയാണ്. ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും മുടങ്ങുകയുണ്ടായി. അതുമാത്രമല്ല, ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വരേണ്ട സർവീസുകളും ഇന്ന് മുടങ്ങി. യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്
ഇന്നുള്ളത്. ഇന്നലെ മുന്നറിയിപ്പില്ലാതെയായിരുന്നു വിമാന സർവീസുകൾ മുടങ്ങിയത്. ഇന്ന് ഒരു തരത്തിലും സർവീസുകൾ പുനരാരംഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൂടാതെ ജീവനക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്യുന്നത്. സമരം ചെയ്ത, അതായത് മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്ത 25 ജീവനക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ജീവനക്കാരോട് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ജീവനക്കാർ ജോലിക്ക് കയറാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഉള്ള ക്രൂവിനെ വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്. പക്ഷേ ഇത് ഒന്നിനും തികയുന്നില്ല. ഇന്നും വിമാനത്താവളങ്ങളിൽ വലിയ തിരക്കാണുണ്ടായത്. യാത്രക്കാരുടെ പ്രതികരണം ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നു. വിശദമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം ഡാനി പോളിന്റെ റിപ്പോർട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഉണ്ടാവും. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, എന്തായാലും ഈ സമരം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമരമെന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല ജീവനക്കാർ, പക്ഷേ അവധി എടുത്തുകൊണ്ടുള്ള ഒരു സമരമാണല്ലോ അവർ നടത്തുന്നത്. ഇതിന് റീജിയണൽ ലേബർ കമ്മീഷണർ പിന്തുണയും നൽകിയിരുന്നു. ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്ന്. ഇന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അതുണ്ടാകുമോ? മഞ്ജുഷ, തീർച്ചയായും 2 മണിക്കാണ് ആ ചർച്ച റീജിയണൽ ലേബർ കമ്മീഷണർ ഡൽഹിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ജീവനക്കാരുടെ പ്രതിനിധികളും ഒപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2 മണിക്ക് ശേഷം ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ കമ്പനിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം നിരവധി കാര്യങ്ങൾ പരാതിയായി ഇവർ ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഒരു സംഭവത്തിൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലല്ല വേതനം നൽകുന്നത്, അത് ഉയർത്തി നൽകുക തുടങ്ങിയ കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എയർ ഏഷ്യ ഇത് ബന്ധിപ്പിക്കുന്നതിൽ ജീവനക്കാർക്ക് കടുത്ത എതിർപ്പുണ്ട്. അതൊക്കെ തന്നെ മാറ്റണമെന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മുതിർന്ന തസ്തികകളിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അലവൻസ്, ജോലി സമയം എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഏകദേശം 200-ലധികം ജീവനക്കാരാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സിക്ക് ലീവ് എടുത്തുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം 100-ലധികം സർവീസുകളും ഇന്ന് 74 സർവീസുകളുമാണ് റദ്ദാക്കപ്പെടേണ്ടി വന്നത്. ഇതുമൂലം കമ്പനിയുടെ റെപ്യൂട്ടേഷനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കമ്പനിക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു. ആസൂത്രിതമായ ഒരു നീക്കമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് 30 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 200 പേരിലധികം പേർ ഈ ഒരു ജോലിയിൽ എത്താതിരുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും തന്നെ അതിൽ 30 പേരുടെക്കാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് ഇന്ന് രാവിലെ കമ്പനി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇന്ന് വൈകിട്ട് 4 മണി വരെ അന്ത്യശാസ്ത്രം കമ്പനി നൽകിയിട്ടുണ്ട്. 4 മണിക്ക് മുൻപ് തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളൊരു കാര്യം കൂടി കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കമ്പനി പ്രതിനിധികളും ഒപ്പം തന്നെ ലേബർ കമ്മീഷണറും ഈ ഒരു ജീവനക്കാരും തമ്മിലുള്ള യോഗത്തിന് ശേഷമായിരിക്കും എന്തായാലും അന്തിമ തീരുമാനം എടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അന്ത്യശാസ്ത്രം ലഭിച്ചിട്ടും ഈ ജീവനക്കാരൊന്നും തന്നെ തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 74 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. പല വിമാനത്താവളങ്ങളിലും വലിയ രീതിയിൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു മുന്നറിയിപ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത്. പക്ഷേ അതിനും ജീവനക്കാർ വഴങ്ങിയിട്ടില്ല. ബാക്കി ജീവനക്കാരോട് ജോലിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ അതിന് തയ്യാറായിട്ടുമില്ല. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. ഇന്ന് മുടങ്ങിയ സർവീസുകളിൽ പ്രധാനപ്പെട്ടവ തിരുവനന്തപുരത്ത് നിന്ന് 7 സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്ന് 5 എണ്ണം, കണ്ണൂരിൽ നിന്ന് 4, നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 സർവീസുകളും റദ്ദാക്കേണ്ടി വന്നു. ഇനി ബാക്കിയുള്ള സർവീസുകൾ കൂടി റദ്ദാക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്. ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം, അലൈൻ, ജിദ്ദ, ദോഹ, സലാല എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. പണിമുടക്കുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നത്. 25 പേർക്കാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് മുൻപ് ജീവനക്കാർ ജോലിയിൽ ഹാജരാകണം എന്ന അന്ത്യശാസനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിട്ടുള്ളത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഒരുപാട് യാത്രക്കാർ വന്നിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഡാനി പോളിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇന്നും ദുരിതം തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്ക്. ഇതുവരെയും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഇന്ന് സംസ്ഥാനത്ത് ഇതുവരെ ഏതാണ്ട് 20ഓളം സർവീസുകളെ സമരം ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. കൊച്ചിയിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ റദ്ദ് ചെയ്തിരുന്നു. ഒന്ന് മസ്കറ്റിലേക്കുള്ളതായിരുന്നു, രാവിലെ 8 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. മറ്റൊന്ന് കൊൽക്കത്തയ്ക്കുള്ള വിമാനമായിരുന്നു. ഇതും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ അറിയിപ്പുകൾ ലഭ്യമാക്കിയിരുന്നതുകൊണ്ട് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ
ഇത്തരം ഒരു സംവിധാനവും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാർ വലയുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതോടൊപ്പം ഇന്ന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ 5 സർവീസുകളാണ് റദ്ദു ചെയ്തിട്ടുള്ളത്. അലൈൻ, ജിദ്ദ, ദോഹ, സലാല, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദു ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ രാജ്യാന്തരവുമായി 7 സർവീസുകളാണ് ഇന്ന് റദ്ദു ചെയ്തതായിട്ട് അറിയിച്ചിട്ടുള്ളത്. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ 4 സർവീസുകൾ റദ്ദു ചെയ്തു. ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം സർവീസുകളാണ് ഇന്ന് ഇല്ല എന്ന് ജീവനക്കാരുടെ സമരം മൂലം ഇത് റദ്ദു ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമരം തുടരുന്നു, യാത്രക്കാരുടെ ദുരിതവും ഏറുന്നു എന്നതാണ്. പലർക്കും വളരെ അടിയന്തരമായിട്ട് തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ എല്ലാം തന്നെ എത്തേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അതിനുള്ളൊരു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കാൻ അവർക്ക് എയർ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നതാണ് നിലവിലെത്തിയ ഒരു സാഹചര്യം. ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കാമെന്ന് പറയുമ്പോൾ അത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ മറ്റു ദിവസങ്ങളിലേക്ക് ക്രമീകരിക്കുമ്പോൾ ഈ സമരം തുടരുകയാണെങ്കിൽ അത് പിന്നെയും അനിശ്ചിതത്വത്തിലാവും. പണം തിരികെ നൽകാം എന്നതാണ് മറ്റൊരു ഉപാധി പറയുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദായത് കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഇതിൽ ജോലിക്ക് അടിയന്തരമായി കയറേണ്ട ആളുകൾ വരെ ഉണ്ട്. ഗൾഫിൽ ജോലിക്ക് പോകേണ്ട ആളുകൾ, അതോടൊപ്പം തന്നെ വിസ കാലാവധി അവസാനിക്കുന്നവരും യാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ട്. ഇതാണ് പ്രശ്നം വളരെയധികം രൂക്ഷമാക്കിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ED കുറ്റപത്രം നൽകി. CSI സഭയുടെ മുൻ മോഡറേറ്ററായ ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെന്നറ്റ് എബ്രഹാം എന്നിവർ പ്രതികളാണ്. 4 പേരാണ് ആകെ പ്രതിപട്ടികയിൽ ഉള്ളത്. കൊച്ചി PMLA കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നൽകിയത്. കൂടുതൽ വിവരങ്ങൾ ഡാനി പോൾ നൽകും. ഏറെ വിവാദമായ കേസിൽ ED കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ 4 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് തന്നെയാണ് കേസിലെ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത്. ബിഷപ്പ് ധർമ്മരാജ് റസാലം കേസിലെ പ്രതിയാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. 2ാം പ്രതിയായിട്ടാണ് ധർമ്മരാജ് റസാലം വന്നിരിക്കുന്നത്. കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, അതോടൊപ്പം തന്നെ സഭയുടെ മുൻ സെക്രട്ടറി കൂടിയായ TT പ്രവീൺ എന്നിവരും ആ കേസിലെ പ്രതിയാകുന്നു. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണം തീർച്ചയായും തന്നെ ഉണ്ട്. ഇതിൽ വിദേശ നാണ്യവിനിമയ ചട്ടമടക്കം ലംഘിച്ചു എന്ന രീതിയിലാണ് പരാതി ഉയർന്നിരുന്നത്. EDയുടെ അന്വേഷണത്തിൽ അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് EDയുടെ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരെല്ലാം തന്നെ വീണ്ടും ചോദ്യം ചെയ്യുന്ന രീതിയായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടികളിൽ നിന്ന് മുൻകൂറായി പണം സ്വീകരിക്കുകയും അതോടൊപ്പം ഇവർക്ക് ഈ പ്രവേശനം മെഡിക്കൽ കോളേജിൽ നൽകാതിരിക്കുകയും ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ട അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ബിഷപ്പ് റസാലം ഉൾപ്പെടെയുള്ള ഉന്നതരെ ഒഴിവാക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇതിനെ ഹൈക്കോടതി വിമർശിക്കുകയും കുറ്റപത്രം റദ്ദു ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. വൻ സ്രാവുകളെ നിങ്ങൾക്ക് തൊടാൻ ഭയമാണ് എന്ന രീതിയിൽ തന്നെ ക്രൈംബ്രാഞ്ചിനെ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കോടതിയിൽ വിദ്യാർത്ഥികൾ തന്നെ പരാതിയായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിലാണ് 2022 ED കേസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നു വരികയും പിന്നീട് പരിശോധനകൾ നടത്തുകയും ചെയ്തത്. 25 കോടി രൂപ അതിൻ്റെ ഓഡിറ്റിംഗ് ക്രമക്കേടായി അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. 500 കോടിയിലധികം രൂപയുടെ ഒരു ഇടപാട് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടവും ലംഘിച്ചിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഈ പരാതിയുടെ ചൂടുപിടിച്ചാണ് ED അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനഖ ചികിത്സ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. തിരക്കുള്ള സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയാണ് കുഴിനഖ ചികിത്സയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിലിപ്പോൾ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള പരാതിയും നൽകിയിട്ടുണ്ട് KGMOയെ. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവമാണെന്നാണ് ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടില്ല. പരാതി നൽകുമെന്നാണ് ഇപ്പോൾ KGMOയെ അറിയിച്ചിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് VV അരുൺ നൽകും. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെയാണ് DMOയെ കളക്ടർ ഓഫീസിൽ വിളിക്കുകയും ഒരു ഡോക്ടറെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ DMO
സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പം നമുക്കിതിൽ പ്രതിഷേധം അറിയിക്കാനുള്ളത് ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് കാണിച്ചത്. അതിൽ സംഘടനയ്ക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിലെ ഒ.പി. ടിക്കറ്റ് എടുക്കാനുള്ള ആളുകളുടെ ക്യൂ ആണിത്. എല്ലാ ദിവസവും ഇതുതന്നെയാണ് അവസ്ഥ. പലപ്പോഴും ഈ ക്യൂ ഈ ആശുപത്രിയുടെ കവാടം കടന്ന് പുറത്തേക്ക് റോഡിലേക്ക് നീളാറുണ്ട്. ഇന്നും വലിയ തിരക്ക് ഇവിടെയുണ്ട്. അതായത് സ്ഥിരം ഇത്തരത്തിൽ നൂറുകണക്കിന് രോഗികളാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് ചികിത്സയ്ക്കായി സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രിയിലെ മികച്ച ഡോക്ടർമാരെ കാണാൻ, നല്ല സേവനം ലഭിക്കാൻ കുറഞ്ഞ ചെലവിൽ ഒ.പി. ടിക്കറ്റിൻ്റെയും മറ്റു ചെറിയ പൈസ മാത്രമേ പലപ്പോഴും ഇവിടെ നിന്ന് ആളുകൾക്ക് നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ ഈ തിരക്കിൽ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ ദിവസവും വരുന്നത്. ഇത്രയധികം തിരക്കുള്ള ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന പരാതി നേരത്തെ ഡോക്ടർമാരുടെ സംഘടനകൾ ഉന്നയിക്കുന്നതാണ്. അങ്ങനെ തിരക്കേറിയ ഈ ആശുപത്രിയിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒരു ഡോക്ടറെ കഴിഞ്ഞ ശനിയാഴ്ച തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി DMOയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി ഒരു ഡോക്ടറെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തി വീട്ടിലെത്തി അതും അരമണിക്കൂറോളം അവിടെ കാത്ത് നിർത്തിയ ശേഷമാണ് പിന്നീട് അകത്തേക്ക് കയറാൻ പോലും സമ്മതിച്ചതെന്ന് ഡോക്ടർമാർ പരാതിപ്പെടുന്നു. അങ്ങനെ ഉള്ള ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. കുഴിനഖവേദനയ്ക്കാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഇത്രയധികം തിരക്കുള്ള ഈ ജനറൽ ആശുപത്രിയിലെ OPയിൽ നിന്ന് സർജറി OPയിലെ ഡോക്ടറെയാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കളക്ടറെ വിളിച്ചു വരുത്തിയെന്നും ഡോക്ടർമാർ പരാതിയിൽ പറയുന്നുണ്ട്. സർജറി OPയിൽ നമുക്ക് കാണാനാവുന്ന വലിയ തിരക്കാണ്. OPയിൽ മാത്രമല്ല, ഒരുപക്ഷേ ഈ OPയിൽ നിന്ന് ടിക്കറ്റ് തളർന്ന് മാറി ഇരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. വയസ്സായ ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് വിളിച്ചു വരുത്തിയ കളക്ടർ നടപടിക്കെതിരെയാണ് ഇപ്പോൾ KGMOയെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. കളക്ടറുടേത് ഫ്യൂഡൽ മനോഭാവം എന്ന പരാതിയാണ്, വിമർശനമാണ് ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നത്. ഇതാദ്യമായ എല്ലാ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഇത്തരത്തിൽ സ്വന്തം ആവശ്യത്തിന് സ്വന്തം വസതിയിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തുന്നതെന്നും ഇവർ പറയുന്നു. 3-4 മാസം മുമ്പ് ഇതുപോലെ പനി വന്നപ്പോഴും ഡോക്ടർമാരെ ഇതുപോലെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ഡോക്ടർമാർ പരാതിയിൽ പറഞ്ഞത്. ഈ കളക്ടറുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ആളുകളെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തിയാൽ ഇനി കടുത്ത സമരത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകാനും ഒരുങ്ങുകയാണ് ഡോക്ടർമാർ. ഇത്തരം നീക്കം ഈ കളക്ടറുടെ കാര്യത്തിൽ മാത്രമേ VIP ഡ്യൂട്ടിയിൽ തന്നെ വലിയ പ്രതിഷേധം ഡോക്ടർമാരുടെ സംഘടനയ്ക്കുണ്ട്. VIP ഡ്യൂട്ടിക്ക് പോകുന്ന പല ഡോക്ടർമാർക്കും സ്ത്രീകളാണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കുന്നില്ല. അതിനിടെയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അധികാര ദുർവിനിയോഗം കാട്ടിയിരിക്കുന്ന പരാതിയാണ് ഡോക്ടർമാർക്കുള്ളതിനെതിരെ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. കാസർഗോഡ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിനാണ് പ്രമോദ് പെരിയയെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതിയും CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ N. ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത പ്രമോദ് പെരിയയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിച്ചത്. ഇതോടെയാണ് KPCC നിർദ്ദേശപ്രകാരം പ്രമോദ് പെരിയെ അന്വേഷണ വിധേയമായി തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് PK ഫൈസൽ അറിയിച്ചത്. പകരം ചുമതല ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സലിലാണ്. അതേസമയം ബാലകൃഷ്ണന്റെ സഹോദരൻ തൻ്റെ വീട്ടിൽ വാടക താമസക്കാരനായിരുന്നുവെന്നും ഇദ്ദേഹം ക്ഷണിച്ചാണ് താൻ ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതെന്നുമാണ് പ്രമോദ് പെരിയ നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പ്രമോദ് പെരിയ പറയുന്നു. എന്തായാലും പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് പ്രമോദ് പെരിയ. ദക്ഷിണേന്ത്യയിലെ ഇസ്രയേൽ കോൺസൽ ജനറൽ ന്യൂസ് 18നോട് സംസാരിച്ചു. കേരളത്തിൽ നിന്ന് ഇസ്രയേലിൽ ജോലിക്കെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് കോൺസുലേറ്റ് ജനറൽ ടാമി ബെൻ ഹെയ്ം പറഞ്ഞു. ആതുര സേവന രംഗത്ത് നിരവധി തൊഴിലവസരങ്ങളാണ് മലയാളികളെ ഇസ്രയേലിൽ കാത്തിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും സഹകരണം ഉറപ്പുവരുത്തുമെന്നും അവർ പറഞ്ഞു. The Israeli government and the Israeli military, the IDF, is doing all they can to protect everybody in Israel. We have safe rooms in apartments and houses and in all the villages. We have safe rooms
in shopping malls and in public areas. We're doing the utmost we can to protect everybody, and that includes obviously people who come to visit us and people who come to visit and live with us and work with us. So many people from South India, tourists, and from high tech and from the agriculture industry and the food industry have so many ties with Israel. And also Israelis love South India, whether it's the backwaters here or even to come to Goa and really so many places. There were many things, especially with Kerala because of the Jewish presence here. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചും അവർ സംസാരിക്കുകയുണ്ടായി. വിയോജിപ്പ് ഹമാസിനോടാണെന്നും പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം മാത്രമാണ് ഉള്ളതെന്നും ടാമി ബെൻഹെയിം പറഞ്ഞു. പലസ്തീൻ ജനതയെ മനുഷ്യ കവചമാക്കിയാണ് ഹമാസ് കൂട്ടക്കുരുതി നടത്തുന്നത്. ഗാസ മുനമ്പിൽ 5 ലക്ഷം പേർ തെരുവിൽ അലയുകയാണെന്നും അവർ പറഞ്ഞു. The simple answer is that we're dealing with Hamas, which is a terrorist organization. It's a terrorist organization funded and backed by a terrorist backing regime of the Iranian regime. The war has been going on for 7 months now. They're hiding behind the almost 2 million people living in Gaza. They came, they attacked, they killed civilians, they kidnapped civilians, and now they're hiding behind other civilians and are still, by the way, shooting at us and are still continuing this war. Our war is not with the Palestinian, not with the people, and not with the Palestinian Authority. Our war is specifically with Hamas, and even more specifically to stop them from shooting at us and to bring the hostages home. ഇസ്രായേൽ പ്രധാനമന്ത്രി വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്നും അവർ പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാണ്. ടെൽ അവീവിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ ഉണ്ടാകുമെന്നും കോൺസൽ ജനറൽ പറഞ്ഞു. The relationship between our two countries has just been growing and growing all the time. One, our defense cooperation has been going on for years, and I think India is, if not the biggest, and one of the 2 biggest partners that Israel has in this field. And we're working a lot now under Make in India, which I think is a very smart thing for the Indian economy and India in general. I love Indian elections because you work with coalitions, we work with coalitions, we have things happening, it's very dynamic, and you have such a dynamic system as well with regional parties like we have and specific parties and bigger parties. So I always feel very close to it, and I always try to follow. Whatever government it is, we'll keep working together, we'll keep doing things both for the benefit of the people of Israel, the people of India. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധിയാണ് കോൺസൽ ജനറൽ. ഇന്ത്യയിൽ ഉള്ള ഇസ്രായേലിന്റെ 2 കോൺസൽ ജനറൽമാരിൽ ഒരാൾ. വിശദമായ കാര്യങ്ങൾ തന്നെ ന്യൂസ് 18-നുമായിട്ട് അവർ സംസാരിക്കുകയുണ്ടായല്ലോ. അതിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ദൃഢമാക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇവർക്കുള്ള സംരക്ഷണം ഏത് രീതിയിലായിരിക്കും? ഒപ്പം തൊഴിലവസരങ്ങൾ ഇത് എത്രത്തോളം ഇനിയും കൂട്ടാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്? ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ഇസ്രായേലിന്റെ കോൺസൽ ജനറൽ ടാമി ബെൻഹെയിനാണ് ന്യൂസ് 18 പ്രത്യേക അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം പ്രതിരോധ മേഖലയ്ക്ക് പുറമെ കാർഷിക മേഖലയിലും സാങ്കേതിക രംഗത്തുമെല്ലാം ദീർഘവർഷങ്ങളായി ഇന്ത്യ ഇസ്രായേലുമായി വളരെ അടുത്ത സഹകരണമാണ് പുലർത്തുന്നത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിന് ഒപ്പം വരുന്ന സർക്കാരിൽ നിന്ന്, അതായത് ഇനി ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ഇനി അധികാരമേൽക്കാൻ പോകുന്ന സർക്കാരിൽ നിന്നും ഇതേ സഹകരണം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് എത്തും എന്ന തരത്തിലുള്ള സൂചനകളും അവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അടക്കം നിരവധി ആളുകൾ തൊഴിൽ തേടിക്കൊണ്ട് ഇസ്രായേലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആശങ്കയായി അവിടെ ഉയരുന്നത് തുടർച്ചയായി നിലനിൽക്കുന്ന സംഘർഷ സാധ്യതകൾ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസുകൾ അവിടെ നിന്ന് ഇവിടേക്ക് അത്തരത്തിലുള്ള ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ട് പോലും ഇന്ത്യൻ പൗരന്മാർ അവിടെ തുടരുന്നതിൻ്റെ കാരണം ഇസ്രായേൽ സർക്കാർ അവർക്ക് ഉറപ്പുവരുത്തിയിട്ടുള്ള ആ സുരക്ഷ തന്നെയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നാണ് ടാമി ബെൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ആതുര സേവന രംഗത്തടക്കം വലിയ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ നിലനിൽക്കുന്നു. അവിടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേകിച്ച് പിലിംഗിരം ടൂറിസം അത് വലിയ പ്രതീക്ഷയോടെ ഇസ്രായേൽ നോക്കിക്കാണുകയാണ്. അവിടെ കേരളവുമായി, പ്രത്യേകിച്ച് ഇന്ത്യയുമായി വലിയ തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്താൻ ഇനിയും കഴിയും. ധാരാളം തൊഴിലവസരങ്ങൾ മലയാളികളെ കാത്ത് ഇസ്രായേലിലുണ്ട് എന്നും ടാമി ബെൻ ന്യൂസ് 18 വ്യക്തമാക്കിയിരിക്കുകയാണ്.
ശരി ഡാൻ. ദക്ഷിണേന്ത്യയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ ടാമി ബെൻ ഹെയ്മുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 ന്യൂസ് 18 കേരളത്തിൽ കാണാം. മറ്റു വാർത്തകളിലേക്ക്. കൂലി തർക്കം കാരണം എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. തൃശൂർ കൊടകരയിൽ വെച്ചാണ് ഡ്രൈവറെ CITU പ്രവർത്തകർ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലാണ് ഈ സംഭവം. ഡ്രൈവറെ മർദ്ദിക്കുന്നത് CITUവിന്റെ പ്രവർത്തകരാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് ഈ സംഭവം? ഈ മർദ്ദനത്തിന് കാരണം എന്താണ്? മഞ്ജുഷ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു തൊഴിലാളിയെ, അതായത് ട്രക്ക് ഡ്രൈവറെ കൂട്ടം ചേർന്ന് CITU യൂണിയനിൽപ്പെട്ട കയറ്റിറക്ക് തൊഴിലാളികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എറണാകുളം BPCL പ്ലാന്റിൽ നിന്ന് ലോഡുമായി പോയ വാഹനത്തെ തടഞ്ഞു നിർത്തുകയും അതൊരു സ്വകാര്യ ഗോഡൌണിൽ ലോഡ് ഇറക്കേണ്ടതാണ്, ഗ്യാസ് ഏജൻസിയിൽ ലോഡ് ഇറക്കേണ്ടതാണ്. ഇവിടെ ചെന്ന് അവരുമായിട്ട് കയറ്റിറക്ക് തൊഴിലാളികളുമായി കൂലി തർക്കമാണ് ഇത് ഉണ്ടായതായി പറയപ്പെടുന്നത്. ഈ തർക്കമാണ് പിന്നീട് ഈ രീതിയിലൊരു മർദ്ദനത്തിലേക്ക് അടക്കം നീങ്ങുകയും ഈ തൊഴിലാളിയെ ശ്രീകുമാർ എന്ന് പറയുന്ന ഡ്രൈവറെ, അദ്ദേഹത്തെ ക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളുടെ സഹിതമാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ ഡ്രൈവർമാരുടെ സമരം തുടരുന്നത്. 200ഓളം വരുന്ന ഡ്രൈവർ അവർ യൂണിയൻ സംഘടന പണിമുടക്കുകയാണ്. ഇതിൽ ഇപ്പോൾ 7 ജില്ലകളിലായിട്ട് ഏതാണ്ട് 140ഓളം ലോഡുകൾ ഇതിന് മൂലം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്യാസ് വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ ഡ്രൈവറെ മർദ്ദിച്ചവർക്കെതിരെ നടപടികൾ ഉണ്ടാകണം. അതായത് യൂണിയനിൽപ്പെട്ടവരെല്ലാം അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണം. കർശനമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നിലവിൽ ഏതാണ്ട് 7ഓളം ജില്ലകളിലേക്കുള്ള ഗ്യാസ് വിതരണം പൂർണ്ണമായിട്ട് തന്നെ BPCL നിന്നുള്ള അമ്പലമുകളിൽ നിന്നുള്ള ഗ്യാസ് വിതരണം അത് തടസ്സപ്പെട്ടിട്ടുണ്ട്. സമരം നീണ്ടാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പാചകവാതക വിതരണം സ്തംഭിക്കും, ആളുകൾക്ക് പാചകവാതകം കിട്ടാതെയാകും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലിപ്പോൾ നടപടിയെടുക്കുവാൻ എന്ത് താമസമാണുള്ളത്? ആരൊക്കെയാണ് മർദ്ദിച്ചത് എന്ന കാര്യം വ്യക്തമാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, കാരണം ആ ദൃശ്യങ്ങൾ നോക്കിയാൽ ആരൊക്കെയാണെന്ന് കൃത്യമായി മുഖം വരെ വ്യക്തമാകുന്നതാണ്. കൊടകരയിലെ ഒരു സ്വകാര്യ ഗ്യാസ് പാചകവാതക വിതരണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തർക്കം ഉടലെടുക്കുന്നത്. അവിടുത്തെ കയറ്റിറക്ക് തൊഴിലാളികളാണ്, CITUവിൽപ്പെട്ട കയറ്റിറക്ക് തൊഴിലാളികളാണ് ഇയാളെ മർദ്ദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി നടപടികൾ എടുക്കാവുന്നതാണ്. ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്, പരാതികളിൽ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതുവരെയും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നടപടികളില്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകും. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വളരെ ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദനമേറ്റിരിക്കുന്നു. അത് ദൃശ്യങ്ങൾ സഹിതം പരാതികൾ ഉന്നയിച്ചിട്ടും നടപടികൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും. അത് തീർച്ചയായും തന്നെയും അത് പാചകവാതക വിതരണത്തെ അടക്കം പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. നിലവിൽ 7ഓളം ജില്ലകളിലേക്ക് ഇവിടെ നിന്ന് സപ്ലൈ പോകുന്നുണ്ട്. അത് പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യും. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിൽ ജീവനക്കാരുടെ സമരം ഇപ്പോൾ നടക്കുകയാണ്. ഇതിന് കാരണമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. BPCL പ്ലാന്റിലെ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു CITUവിന്റെ പ്രവർത്തകർ. കൊടകരയിൽ വെച്ചാണ് ഡ്രൈവറെ മർദ്ദിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങ് തിരുവല്ലയിൽ നടക്കും. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് ചേരുന്ന സഭാ സിനഡിന് ശേഷമാകും തീയതിയും സമയവും നിശ്ചയിക്കുക. കൂടുതൽ വിവരങ്ങൾ ശശി നാരായണൻ നൽകും. ശശി, എപ്പോൾ മൃതദേഹം കൊണ്ടുവരും കേരളത്തിലേക്ക്? ഇതേക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ സഭ നൽകുന്നുണ്ടോ? മഞ്ജുഷ, അത്തരം ഒരു കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വിശ്വാസികളും അതുപോലെ തന്നെ സഭയുടെ ബന്ധപ്പെട്ട അധികൃതരും സഭാ ആസ്ഥാനത്ത് എത്തിയിരുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ബിഷപ്പുമാരും വൈദികരും നേരത്തെ സിനഡ് കൂടും. ആ സിനഡിന് യോഗത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുക. എന്തായാലും 2-3 ദിവസം എടുക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായി
അവിടെ നിന്ന് ഈ ചുമതലയുള്ള സഭാ വക്താവായ സിജോ പന്തപ്പള്ളിയിൽ നിന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞത് ആ ലെവലിലാണ് ആ തീരുമാനപ്രകാരമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോഴും നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി പേരുകൾ KP യോഹന്നാന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട്, വിയോഗവുമായി ബന്ധപ്പെട്ട് സഭാസ്ഥാനത്ത് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനും പല സഭാ വൈദികരെ കാണുന്നതിനുമായൊക്കെ എത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടക്കുന്നത്. കുറ്റിപ്പുഴയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവിടെ തന്നെ ആയിരിക്കും കുറ്റിപ്പുഴയിലെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷെ അത് എപ്പോൾ നടക്കും, ഏത് സമയത്താണെന്നുള്ള കാര്യം ഇന്നത്തെ സിനഡ് യോഗം രാത്രിയിലൂടെ 9 മണി കൂടി ആയിരിക്കും നടക്കുക. ആ സിനഡ് യോഗത്തിലായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് സഭാ വക്താവായ സിജോ പന്തപ്പള്ളി, ഫാദർ സിജോ പന്തപ്പള്ളി വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ ചില ദുരൂഹതകളൊക്കെ ഇങ്ങനെ സംശയിച്ചിരുന്നുവല്ലോ അപകടത്തെക്കുറിച്ച്, അമേരിക്കയിലുണ്ടായ അപകടത്തെക്കുറിച്ച്. അങ്ങനെ ഒരു സംശയം ഇപ്പോൾ സഭാ നേതൃത്വത്തിനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി അവർ പറയുന്നുണ്ടോ? മഞ്ജുഷ, ഈ അപകടം 2 ദിവസം മുമ്പാണ് നടക്കുന്നത്. കാരണം പ്രഭാത നടത്തിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ആ അപകടത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ദുരൂഹത നിലനിന്നിരുന്നു. എന്തായാലും അപകട സമയത്ത് തന്നെ ഈ വാഹനം ഇടിച്ച ഡ്രൈവറെയും വാഹനത്തെയും പോലീസ് കസ്റ്റഡിയിലൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ദുരൂഹതയില്ല എന്നുള്ള കാര്യമാണ് സഭയുടെ അധികൃതർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ദുരൂഹത ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുന്നുള്ള താമസമാണ് 2-3 ദിവസത്തിനകം വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. കാരണം അതിനുള്ള സമയമെടുക്കും, അതുകൊണ്ടാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് സഭാ വക്താവായ ഫാദർ സിജോ പന്തപ്പള്ളി നമ്മളോട് പറഞ്ഞത്. എന്തായാലും സഭാ ആസ്ഥാനത്ത് ഇപ്പോഴും അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് നിരവധി വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ ആളുകളെല്ലാം തിരുവല്ലയിലെ കുറ്റിപ്പുഴയിലെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശശിനാരായണൻ, എന്തെങ്കിലും സഭയുടെ സിനഡ് ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാരത്തിന്റെ തീയതിയും സമയവും തീരുമാനിക്കുക. മാതൃഭൂമി സീനിയർ ക്യാമറാമാൻ AV മുകേഷിന്റെ സംസ്കാര ചടങ്ങ് നടന്നു. സംസ്കാര ചടങ്ങുകൾ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിലായിരുന്നു. 100 കണക്കിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുകേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. രാത്രി 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ മുതൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളവരുടെ പ്രവാഹം. 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. സഹോദരിപുത്രൻ ചിതയ്ക്ക് തീ കൊളുത്തി. KUWJയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇന്നലെയാണ് വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാന ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. മുകേഷ് പകർത്തിയ ദൃശ്യങ്ങളും എഴുതിയ അക്ഷരങ്ങളും മാധ്യമപ്രവർത്തനം എങ്ങനെ ജീവിതത്തെ മാറ്റുമെന്നതിന്റെ പകരം വയ്ക്കാനില്ലാത്ത ഉത്തമ മാതൃകകളാണ്. ന്യൂസ് 18 മലപ്പുറം. വീണ്ടും കാട്ടാന ആക്രമണം. കേരള തമിഴ്നാട് അതിർത്തിയായ വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വാൽപ്പാറ അയ്യർപ്പാടി നെടുങ്കുന്ത്ര കോളനിയിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. വാൽപ്പാറയിലെത്തി തേൻ വിറ്റതിന് ശേഷം തിരികെ സുഹൃത്തുമൊത്ത് ബൈക്കിൽ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. രവി സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. സുഹൃത്തിന് പരുക്കുണ്ട്. ഹരിയാനയിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. BJP സർക്കാർ ഇപ്പോഴും തുലാസിലാണ്. അതേസമയത്ത് തന്നെയാണ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ഇപ്പോൾ JJP എന്ന പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ദുഷ്യന്ത് ചൌത്താല ഗവർണർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, എന്താണ് ഇപ്പോൾ JJPയുടെ ഈ നീക്കത്തിന് പിന്നിൽ? കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഭരണമാണല്ലോ, പക്ഷേ JJP എന്തുകൊണ്ട് വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു? മഞ്ജുഷ്, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് വേണം, ഭൂരിപക്ഷം തെളിയിക്കണമെന്നൊരു ആവശ്യമായിക്കൊണ്ട് 10 അംഗങ്ങളുള്ള JJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ബന്ദാരു ദത്താത്രേയയ്ക്ക് JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌത്താല കത്ത് നൽകിയിട്ടുണ്ട്. കാരണം സർക്കാരിന് ഭൂരിപക്ഷമില്ല, അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്നാണ് ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനായി ഗവർണർ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ദുഷ്യന്ത് ചൌത്താല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ്, കോൺഗ്രസിനെ വിശ്വാസ വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദുഷ്യന്ത് ചൌത്താല രംഗത്ത് വന്നിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം കോൺഗ്രസിനെതിരെ ചില വിമർശനവും നടത്തുകയും ചെയ്തു. അത്തരം സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്നൊരു ആവശ്യം
കോൺഗ്രസ് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ അത് EDയെയും CBIയെയും പേടിച്ചിട്ടാണ് എന്ന വിമർശനമാണ് JJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസ് അത്തരമൊരു നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. കാരണം കോൺഗ്രസ് നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, ഒപ്പം തന്നെ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പോകണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് ആദ്യം മുതൽ ഉന്നയിക്കുന്നത്. ഏതായാലും ദുഷ്യന്ത് ചൗത്താലയുടെ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പമുള്ള MLAമാർ നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം ദുഷ്യന്ത് ചൗത്താല നീക്കം നടത്തട്ടെ എന്നൊരു പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഇനി രാകേഷ്, എന്തെങ്കിലും നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഏതായാലും തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എന്ത് നീക്കം നടത്തുകയാണ് ഇപ്പോൾ BJP സർക്കാരിനെ നിലനിർത്താൻ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായി എന്നാണ് BJP അലട്ടുന്നത്. പക്ഷേ BJP നേതാക്കൾ വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിലെയും JJPയിലെയും ചില MLAമാർ ഒപ്പമുണ്ട് എന്നാണ് ഇന്നലെ മനോഹർലാൽ ഖട്ടർ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത്. മാത്രവുമല്ല 2 മാസം മുമ്പാണ് നയാബ് സിംഗ് സൈനി സർക്കാർ വിശ്വാസ വോട്ട് തേടിയത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയൊരു കത്ത് നൽകിയാൽ പോലും ഗവർണർ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള നിർണായകമാണ്. കാരണം നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് അത്തരമൊരു തീരുമാനത്തിൽ ഗവർണർ പോകുമോ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും ദുഷ്യന്ത് ചൗത്താലയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ JJPയും ഈ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഗവർണർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി. ശരി രാകേഷ്, എന്തായാലും ഹരിയാനയിൽ 3 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചതോടുകൂടി പ്രതിസന്ധിയിലായ BJP സർക്കാർ വിശ്വാസ വോട്ട് തേടണമെന്നാണ് ഇപ്പോൾ 10 MLAമാരുള്ള JJP. നേരത്തെ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു ഹരിയാനയിൽ JJP, പിന്നീട് പിന്തുണ പിൻവലിക്കുകയായിരുന്നു. JJP ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നടുറോഡിലെ തർക്കത്തിൽ ഡ്രൈവർ യദു കൃഷ്ണന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവാദത്തിനിടയാക്കിയ സാഹചര്യം ഇന്നലെ കന്റോൺമെന്റ് പോലീസിനോട് ഡ്രൈവർ യദു വിശദീകരിച്ചിരുന്നു. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കണ്ടെത്താനാകാതെ നിജസ്ഥിതി മനസ്സിലാക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ്. ആര്യ രാജേന്ദ്രൻ മേയർ പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ BJPയുടെ ധർണ. ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. റോഡിൽ ബസ് തടഞ്ഞത് മേയറുടെ ധാർഷ്ട്യമാണെന്ന് VV രാജേഷ് ആരോപിച്ചു. കുമളിയിൽ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി ബൈക്കിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. യാത്രാമധ്യേ ബസ് ബൈക്കിനെ ഓവർടേക്ക് ചെയ്തത് യുവാവിനെ പ്രകോപിപ്പിച്ചെന്നാണ് നിഗമനം. ബസ്സിന് മുന്നിൽ ബൈക്ക് കൊണ്ടുവന്ന യുവാവ് ഡ്രൈവറെ അസഭ്യം പറഞ്ഞു. കുമളി ബസ് സ്റ്റാൻഡ് വരെ 2 കിലോമീറ്റർ ബസ്സിന് മുന്നിൽ അഭ്യാസ പ്രകടനവും നടത്തി. ബസ് സ്റ്റാൻഡിലെത്തിയതോടെ മറ്റ് 3 പേരെ കൂട്ടി യുവാവ് കണ്ടക്ടർ, ഡ്രൈവർ എന്നിവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. KSRTC ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ കുമളിയിലാണ് ഈ സംഭവം നടന്നത്. വടകരയിൽ വർഗീയ പ്രചാരണത്തിനെതിരെ UDFന്റെ മാർച്ച്. SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് MK മുനീർ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. വ്യാജ സന്ദേശം നിർമ്മിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. വർഗീയ പ്രചാരണം ആരോപിച്ച് LDFും പ്രതിഷേധ പരിപാടികൾ വടകരയിൽ നടത്തുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. വഴിയിൽ കണ്ടവരെയൊക്കെ നായ കടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. നായയെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. നഗരസഭാ അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് കോട്ടയത്ത് നിന്ന് നായ പിടിക്കുന്നതിനുള്ള സംഘം എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരത്തും തെരുവ് നായയുടെ ആക്രമണം 2 പേർക്ക് കടിയേറ്റു. കക്കമ്പള്ളി ശാതുലി റോഡിലെ ആയിഷു, നാരായണി എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 9:30 കനാൽ റോഡിലാണ് സംഭവം. ആയിഷുവിന്റെ 2 കൈകൾക്കും മുഖത്തും കടിയേറ്റു. നാരായണിയുടെ കാലിന് കടിയേറ്റു. 2 പേരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളകടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. വെള്ള സ്വദേശി അച്ചു എന്ന ബിനോയിയാണ് രക്ഷപ്പെട്ടത്. ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5-ാം തീയതി രാത്രി വെള്ളകട സ്വദേശിയായ സുദേവൻ എന്നയാളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ്. അച്ചുവിനൊപ്പം ആക്രമണം നടത്തിയ 3 പേർക്കെതിരെ വെള്ളകട പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ അനന്തു എന്ന പ്രതി ഇപ്പോൾ റിമാൻഡിലുമാണ്. വെള്ളകട സ്വദേശിയായ വിഷ്ണുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമ്പോഴായിരുന്നു ബിനോയിയുടെ കസ്റ്റഡിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഇനി രാജ്യാന്തര വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ ചേരുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. റഫ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേലിന് 2000 പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യുന്നത് അമേരിക്ക താൽക്കാലികമായി നിർത്തി. ഹമാസിനെ വേരോടെ പിഴുതെറിയാൻ റഫേൽ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്ന ആശങ്കകൾക്കിടയിൽ US തീരുമാനത്തെ തുടർന്ന് ഇറ്റലി, സ്പെയിൻ, കാനഡ എന്നിവയുൾപ്പെടെയുള്ള ആയുധ വിതരണക്കാർ ബോംബുകളുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഏകദേശം 70% സൈനിക ഉപകരണങ്ങളും അമേരിക്കയിൽ നിന്നാണ് ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ ഗാസയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ ഇസ്രായേലിന് കൂടുതൽ ഇളവുകൾ നൽകാൻ തയ്യാറല്ലെന്ന് ഹമാസും അറിയിച്ചു. ആസ്ട്രാസെനക്ക കോവിഷീൽഡ് ഉൽപാദനവും വിതരണവും നിർത്തുന്നു. പാർശ്വഫലങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്ന ആഴ്ചകൾക്ക് ശേഷം ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിക്കുകയാണ്. വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ ക്ഷീണവും പനിയുമൊക്കെ ഉണ്ടാകുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിലും TTS എന്ന രോഗസാധ്യതയെക്കുറിച്ച് കമ്പനി അറിയിച്ചിരുന്നില്ല. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന ഈ അപൂർവ രോഗം രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും 1000-ൽ 1-2 പേർക്ക് മാത്രമാണ് ഈ രോഗസാധ്യത ഉള്ളതെന്നും കമ്പനി പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് കമ്പനി തന്നെ ശരിവച്ചത്. തുടർന്ന് 51 കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് വിൽപ്പന കുറഞ്ഞതുകൊണ്ടാണ് നിർത്തുന്നതെന്ന് കമ്പനി അറിയിച്ചു. 2024 അവസാനത്തോടെ ഒറ്റ വിസയിൽ വിനോദസഞ്ചാരികൾക്ക് GCC മേഖല മുഴുവൻ സന്ദർശിക്കാം. പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും 6 ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും സന്ദർശിക്കാൻ അനുവദിക്കുന്ന പുതിയ വിസ സംവിധാനം വർഷാവസാനത്തോടെ നിലവിൽ വരും. ഏകീകൃത വിസ ഗൾഫ് മേഖലയിലെ വിനോദസഞ്ചാരത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നാണ് GCC കരുതുന്നത്. UAE, സൗദി, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഒറ്റ വിസ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓരോ രാജ്യത്തേക്കും പോകണമെങ്കിലും പ്രത്യേകം വിസ ആവശ്യമാണ്. എന്നാൽ ഈ ഏകീകൃത വിസ നിലവിൽ വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും പ്രതിസന്ധിയിൽ. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് 7.5 ലക്ഷം റിയാൽ, അതായത് 1,66 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വാദിഭാഗം അഭിഭാഷകൻ. കേരളത്തിൽ നിന്നും സമാഹരിച്ച ദയാധനമായ 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും അത് സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ റഹീമിന്റെ മോചനം സാധ്യമാകൂ. ഇതോടെ നാട്ടിലെ നിയമസഹായ സമിതി കാര്യത്തിൽ ഇടപെട്ടു. അഭിഭാഷകനുള്ള തുക സമിതി നൽകാമെന്നും ഇന്ത്യൻ എംബസി വഴിയേ പണം കൈമാറുകയുള്ളൂ എന്നും എല്ലാ പ്രതിസന്ധികളും തീർത്ത് റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കുമെന്നും അറിയിച്ചു. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിൽ പലയിടങ്ങളിലും കന്നുകാലികൾ ചത്തുവീഴുകയാണ്. പക്ഷേ ഇപ്പോൾ കർഷകർ ഇക്കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ചത്തുവീഴുന്ന കന്നുകാലികളിൽ കൂടുതലും ഇൻഷുറൻസ് പരിധിക്ക് പുറത്തായതാണ് ഇതിനുള്ള കാരണം. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇതിനുള്ള ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. ക്ഷീരകർഷകർ ഉഷ്ണതരംഗം മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സങ്കീർണതകളാണ് പലപ്പോഴും ഈ കർഷകർക്ക് തിരിച്ചടി മാറുന്നത്. ആദ്യം ഒരു ഇൻഷുർ ചെയ്താൽ 3 വർഷത്തേക്കായിരുന്നു. അത് അതിന്റെ സംഖ്യ പകുതി പൈസ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് പകുതിയാണ് ഞങ്ങൾ അടക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊന്നുമില്ല. അത് തന്നെ 1 കൊല്ലത്തേക്കേ ഉള്ളൂ. അത് 1 കൊല്ലത്തേക്ക് ഒരു പശുവിന് 60,000 റുപ്യൻ്റെ ഒക്കെ പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ 5,6 റുപ്യ വേണം. അതൊരു കർഷകന് പെട്ടെന്ന് ഇതാകില്ല. അന്നേരം അവങ്ങ പൈസ ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങ് നീട്ടിക്കൊണ്ടു ചെയ്യാൻ പറ്റിയല്ല.
എന്തെങ്കിലും ഇവിടെ സംഭവിക്കാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാലറിയാം ഈ പാടത്തൊക്കെ ഇഷ്ടംമാതിരി പച്ചപ്പുല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കിണറ്റിലൊന്നും ഏത് മോട്ടോർ വെച്ചാലും പറ്റാത്ത വെള്ളം. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റിൽ നിന്ന് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ ആനുകൂല്യം കിട്ടുന്നില്ല. അത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസമാണ്. കാരണം ഞങ്ങൾ പശുവിന് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-75 ഉറുപ്പ്യ ഒരു പശുവിന് വാങ്ങിക്കഴിഞ്ഞാൽ 2,000-3,000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇപ്പോഴ് അത് ഇരട്ടിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണം ഒരു വർഷത്തേക്കാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വമ്പിച്ച നഷ്ടമായിട്ടാണ് വരുന്നത്. കാരണം 80 ഉറുപ്പ്യ 85 ഉറുപ്പ്യ കൊടുത്തിട്ട് പശുവിന് വാങ്ങിയിട്ട് 5-15 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ 15 ഉറുപ്പ്യ ഈ കറവ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതുണ്ടെങ്കിൽ ഞങ്ങളെ കുടിയിൽ നിന്ന് കിട്ടുന്ന 10 പന്നിങ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കാശ് കൂടി ഇതിനൊക്കെ ചിലവഴിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിൽമ സംവിധാനം തന്നെ ഒരു പക്ഷേ തകരാറിലായേക്കാൻ സാധ്യതയുണ്ട്. കാരണം നഷ്ടം സംഭവിച്ചിട്ട് എത്രയും നഷ്ടം സംഭവിച്ചു ഈ പാവപ്പെട്ട കർഷകർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളന്നില്ലല്ലോ. ഞാൻ 20 ഉറുപ്പ്യ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയേനും, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ 15 ഉറുപ്പ്യ കൊടുത്ത് പശുക്കിടാവിനെ വാങ്ങിയതാ. എന്നാലും പിന്നെ പോവുകയും ചെയ്ത്. ഇൻഷുറൻസ് ഒക്കെ വലിയ പാടാണ്. 1500 ഉറുപ്പ്യ വേണമെന്ന് തന്നെ വിചാരിച്ചു. നേരം 1500 ഉറുപ്പ്യ പൈസ കിട്ടിയിട്ട് ചെയ്യാലോ എന്നുള്ളതില്ല. ഇപ്പൊ ഇവിടെ ഒരു അളക്കുന്ന പാലിന്റെ അളവ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു? ഇവിടെ കഴിഞ്ഞ കൊല്ലൊക്കെ 650 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇപ്രാവശ്യം തീരെ കുറഞ്ഞു പോയി, 200ന്റെ അടുത്തെത്തി. ഇപ്പൊ ഈ ചൂടുകാലം കഴിയുമ്പോൾ ഇനി എത്ര പശുക്കളും ഉണ്ടാവും, എത്ര ലിറ്റർ പാല് വരുമെന്നോ ഒന്നും പറയാനാവൂല, ഇങ്ങനെ ചത്തുപോകല്ലേ. എന്തായാലും ഇത് തന്നെയാണ് പ്രശ്നം. കാരണം ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പാലിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. ഒപ്പം ഇൻഷുറൻസ് തുകയായി നൽകേണ്ട ഭാരിച്ച തുക നൽകാൻ കർഷകർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഈ ഉഷ്ണതരംഗത്തിന്റെ ഒക്കെ പരിഗണിച്ച് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കർഷകർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഉഷ്ണതരംഗത്തിന്റെ ഇരകൾ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഒക്കെ ചൂടിന്റെ ഇരകളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ MS അനീഷ് കുമാർ നൽകിയത്. പക്ഷേ ഇവരെ രക്ഷിച്ചെടുക്കുന്ന ഒരു മാതൃക കാണാം. അത് എറണാകുളം മട്ടാഞ്ചേരിയിൽ നിന്നാണ്. മട്ടാഞ്ചേരിക്കാർക്ക് ഇതത്ര പുതിയ കാഴ്ചയൊന്നുമല്ല. പാലസ് റോഡിൽ തുണിക്കട നടത്തുന്ന അൻസാർ കഴിഞ്ഞ 15 വർഷമായി ഉച്ചയ്ക്ക് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണിത്. 1 മണിയാകുന്നതോടെ അൻസാറിൻ്റെ കടയ്ക്കു മുന്നിലെ വൈദ്യുതി കമ്പികളിലും പോസ്റ്റുകളിലുമെല്ലാം പ്രാവുകൾ നിറയും. പിന്നെ കുറുകലും ചിറകടിയൊച്ചയുമൊക്കെയായി അൻസാറിനുള്ള ശ്രദ്ധ ക്ഷണിക്കാൻ. ഏതാണ്ട് എല്ലാവരും വന്നുവെന്ന് ഉറപ്പായാൽ ഗോതമ്പ് നിറച്ച സഞ്ചിയുമായി അൻസാർ കടയ്ക്ക് പുറത്തേക്കിറങ്ങും. അതോടെ പ്രാവിൻ കൂട്ടവും താഴേക്ക് പറക്കും. ഇത് ഭക്ഷണം കഴിച്ച് കണ്ടത് കണ്ടില്ലേ, എന്താണ് ആട്ടുകളിൽ കിടന്നിട്ട് കുളിച്ചു മറിയുന്നത് കാണാൻ ഒരു രസമാണത്. അതെല്ലാവരും ചെയ്യുമെന്ന് നമ്മുടെ എല്ലാ വീട്ടുകളിലും എല്ലാ അമ്മമാരും എല്ലാവരും വീട്ടിലുള്ള ഇതുപോലെ പ്രാവുകൾക്കും കിളികൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വെള്ളം കൊടുക്കാനുള്ള ഒരു തോന്നലുണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ആഗ്രഹമാണത്. ഒരിക്കൽ ചുണ്ടുമുറിഞ്ഞ ഒരു പ്രാവിന് തീറ്റ നൽകിയതാണ് ഇപ്പോഴീ കാണുന്ന സമൂഹ സദ്യയിലേക്കുള്ള തുടക്കം. ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളും അൻസാറിനൊപ്പം ചേരാറുണ്ട്. സത്യത്തിൽ ഇത് ഈ ആട്ടുകല്ല് എന്നുള്ളതേ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പുത്തൂസ് എന്ന ഹോട്ടല് തന്നതാണ്. അപ്പൊ അത് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടിയായിട്ടാണ് റോട്ടിലൂടെ തള്ളിയിട്ടാണ് കൊണ്ടുവന്നത്. 1-2 പേർക്കൊന്നും അത് പിടിച്ചാലൊന്നും പൊങ്ങിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കനമാണത്. അതിനുശേഷം എല്ലാവരും വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തെരുവെട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണത് ഈ ഒരു ഇതല്ല, അത്രയും ചൂടാണല്ല. ഒരു കാലത്ത് ധാന്യപ്പുരകളാൽ സമൃദ്ധമായിരുന്ന മട്ടാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും പക്ഷികൾക്ക് വിശപ്പടക്കാനും ആവത് നൽകിയിരുന്നു. പ്രതാപം മങ്ങിയതോടെ അൻസാറിനെ പോലുള്ളവരാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഉഷ്ണതരംഗത്തിനിടെ ആശ്വാസമാകുന്ന ഒരു കുട്ടി വനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ് 40 ഏക്കറിലായി പരന്നുകിടക്കുന്നു തൊടുപുഴയിലെ ഈ വനം. കൊടും ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം. കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ.
അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതമാണ് തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടിയിലുള്ളത്. 40 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. ഇവിടെ എത്തിയാൽ മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ വനത്തിനു നടുവിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാനാകും. ഈ സ്വാഭാവിക കുട്ടിവനത്തിലെ മനോഹര കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും അവസരമൊരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ചൂട്, അസഹനീയമായ ചൂടാണ്. ഈ മരങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നതുകൊണ്ടും ഫ്രഷ് എയർ കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി കൂളായി മൈൻഡ് ഫ്രീ ആയിട്ടുകൊണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അത് ആസ്വദിക്കുവാൻ വേണ്ടി ഇതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് യുവതിയുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരന്മാരും ഈ പ്രദേശത്ത് വരികയും ഇതിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കുകയും അത് കണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട്. 8 ഘട്ടങ്ങളിലായാണ് കുട്ടിവനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കഫ്റ്റീരിയ, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, 500 മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ 100 ബാംബു തൈകൾ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ, ഔഷധ സസ്യത്തോട്ടം, പുൽമേട് എന്നിവയും ഇവിടെ ഒരുങ്ങും. വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ തൊടുപുഴ റേഞ്ചിനു കീഴിലാണ് ഇടവെട്ടി വനം സ്ഥിതി ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കും. ന്യൂസ് 18 തൊടുപുഴ. +2 പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്നാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16 ദിവസം നേരത്തെയാണ് ഇത്തവണ +2 ഫലം വരുന്നത്. 4,41,120 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 82.5% കഴിഞ്ഞ തവണത്തെ വിജയം. ഏപ്രിൽ 3 മുതൽ 24 വരെ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ 25,000-ഓളം അധ്യാപകർ പങ്കെടുത്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും ഇന്നാണ്. റെഗുലർ വിഭാഗത്തിൽ 27,798 പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. USS പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമയൂർ സ്കൂളിന് അഭിമാനമാവുകയാണ് പ്രിയാംശു ചൗധരി. സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ ജയിച്ചത് പ്രിയാംശു മാത്രമാണ്. ആമയൂർ സൗത്ത് AUP സ്കൂളിൽ നിന്ന് ഇത്തവണ 10 പേരാണ് USS പരീക്ഷ എഴുതിയത്. വിജയം കരസ്ഥമാക്കിയതാകട്ടെ പ്രിയാംശു ചൗധരി മാത്രം. 5ാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാംശു ചൗധരിയുടെ പഠനം. പരിമിതികളെ മറികടന്നാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൗധരിയുടെയും രഞ്ജനയുടെയും 3 മക്കളിൽ 2ാമത്തെ മകളായ പ്രിയാംശു മിന്നും വിജയം നേടിയത്. ഞാൻ LP സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത്. UP ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത്. 5ഉം 6ഉം 7ഉം ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. 7ാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. പിന്നെ ഞാൻ USS എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 8 വർഷം മുമ്പാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത്. ആമയൂർ AUP സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പ്രിയാംശുവിന്റെ പിതാവ്. ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കുടുംബം കഴിയുന്നതും. സഹോദരൻ ധുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിന്റെ അച്ഛൻ കെ സൂര്യകുമാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. റിട്ടയർഡ് അധ്യാപിക AP ശാന്തകുമാരിയാണ് ഭാര്യ. അധ്യാപിക ബിന്ദു S, INCS ജീവനക്കാരനായിരുന്ന പരേതനായ ബിജു S എന്നിവരാണ് മറ്റു മക്കൾ. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പെരുമ്പാവൂർ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590, പവന് 52,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5510, പവന് 44,080. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 32 വർഷത്തെ ഓർമ്മകളുടെ ചെപ്പ് തുറന്നൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കണ്ണൂർ പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം 92 എന്ന പേരിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത്. ഈ റിപ്പോർട്ടോടെ പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ പടിക്കലേക്ക് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം കയറി ചെല്ലുക. ഇനി കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയാതെ പിരിഞ്ഞ പലരും വീണ്ടും കൺമുന്നിൽ. ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു അപൂർവ ഏടായി മാറുകയായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 92 കാലയളവിൽ പഠിച്ചവരുടെ സംഗമം തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി. മൺമറഞ്ഞ സഹപാഠികളെ ഓർത്തുകൊണ്ട് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. പാനൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം മുഖ്യപ്രഭാഷണം നടത്തി. പൂർവാധ്യാപകരെ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ക്ലാസ് മുറികൾ പുനഃസൃഷ്ടിച്ചും സമരമുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനവും നടത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിട്ടത്. ന്യൂസ് 18 പാനൂർ.